യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന പ്രസ്താവനയെ പ്രതിപക്ഷം അതിരൂക്ഷമായി എതിർക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ ഭയന്നെടുത്ത നടപടിയാണ് പ്രധാനമന്ത്രിയുടേതെന്ന് മണിക്കൂറുകൾക്കകം രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ആഞ്ഞടിച്ചു. ഇന്ത്യ-യു.എസ്. വ്യാപാര ചർച്ചകൾ വലിയ തകർച്ചയിൽ നിന്നും പുരോഗമനപരമായ പാതയിലേക്ക് അടുക്കുമ്പോഴാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഇത്തരമൊരു അവകാശവാദം വന്നിരിക്കുന്നത്. തന്റെ സുഹൃത്ത് മോദി ഉറപ്പു നൽകിയെന്നും ചൈനയും ഇനി ഇപ്രകാരം ചെയ്യുമെന്നും അതിനുള്ള പദ്ധതികളാണ് ഇനിയെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. അമേരിക്കയുടെ അതൃപ്തിയെ കരുതി മാത്രം ഇന്ത്യ ഇങ്ങനെയൊരു നിലപാടെടുക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ സുസ്ഥിരമായ ഊർജ്ജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താവിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും രാജ്യത്തിന്റെ ഊർജ്ജ ഇറക്കുമതി പൂർണ്ണമായും ഈ ലക്ഷ്യത്താൽ നയിക്കപ്പെടുന്നുവെന്നുമാണ് ന്യൂഡൽഹിയുടെ ഇതുവരേക്കുമുള്ള ശക്തമായ നിലപാട്. ഇന്ത്യ-യു.എസ്. വ്യാപാര ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിനായി വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് പോകാനിരിക്കെയാണ് ഈ പുതിയ അവകാശവാദം. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. റഷ്യ-ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ റഷ്യയ്ക്കുമേൽ അമേരിക്കൻ ഉപരോധം വർദ്ധിക്കുകയും എണ്ണവില കുറയുകയും ചെയ്യാനിടയായി. ഇതോടെ റഷ്യൻ എണ്ണ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. സെപ്റ്റംബർ ആദ്യവാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ വാദത്തോട് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.